സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. വെൽക്കം ടു CC കോൺസെപ്റ്റ് കൺഫഷൻ. ഈ സെക്ഷനിൽ നമ്മൾ പല ടൈപ്പ് കൺസെപ്റ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സോ വെൽക്കം സ്നോബോൾ സാമ്പിളിംഗ്. താങ്ക് യു. ഫസ്റ്റ് ഒരു കൺഫഷൻ തന്നെ തുടങ്ങാം. ശരിക്കും എന്താണ് സ്നോബോൾ സാമ്പിളിംഗ്? ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. മെയിൻ ആയിട്ട് ഈ റെഫറൻസിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗിലൂടെയാണ് ഞാൻ മെയിൻ ആയിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ആണ് ശരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്? ആക്ച്വലി ആദ്യം ഒരാളെ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഒരാളെ ചൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ചർക്ക് അറിയുന്ന 1-2 പേര്, അത് പല രീതിയിലാവാം, അങ്ങനെ 1-2 പേരിനെ ചൂസ് ചെയ്യുന്നു. അവര് മുഖേന അവരുടെ റെഫറൻസിലാണ് മറ്റുള്ളവർ പോകുന്നത്. ദെൻ അവരുടെ റെഫറൻസിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ആയിട്ട് തന്നെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പേര് പോലെ തന്നെയാണ്. ഇപ്പൊ എന്റെ പേരെന്താ? സ്നോബോൾ ആണ്. നമ്മളൊരു മഞ്ഞുമല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞുമലയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് അത് വളരെ സൈസ് കുറവായിരിക്കും. അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വരുമ്പോഴാണ് അതിന്റെ സൈസ് കൂടുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ആദ്യം 1-2 പേരിൽ നിന്ന് തുടങ്ങുന്നു, പിന്നെ കൂടി വലിയൊരു സാമ്പിൾ ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന ആൾക്ക് ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിൽ ഒരുപാട് റോളൊന്നുമില്ല അല്ലേ? ആക്ച്വലി റോൾ കുറവാണ്. ഓക്കെ. സോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാമ്പിളിംഗ് ഇപ്പൊ അറിയാം എന്താണ്, റെഫറൻസ് വഴിയാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിളിംഗ് കൊണ്ടുള്ള യൂസ് ശരിക്കും എന്താ വരിക? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഗോത്രവർഗ്ഗക്കാരെ എടുക്കുകയാണ്. അപ്പൊ ഗോത്രവർഗ്ഗക്കാരെ പറ്റിയുള്ള ഒരു റിസർച്ച് ആണ് ചെയ്യുന്നെങ്കിൽ അതിൽ റിസർച്ചർക്ക് അറിയുന്ന ഗോത്രവർഗ്ഗക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു റിസർച്ച് ചെയ്യാനായിട്ട് അത്ര പോരാ, നമുക്ക് അത്യാവശ്യം വലിയൊരു സാമ്പിൾ തന്നെ അവിടെ വേണം. അപ്പൊ ആദ്യം റിസർച്ചർക്ക് അറിയുന്ന 1-2 ഗോത്രവർഗ്ഗക്കാരെ അദ്ദേഹം തന്നെ ചൂസ് ചെയ്യുന്നു. ദെൻ ആ വ്യക്തികൾ, അതായത് ആ ഗോത്രവർഗ്ഗക്കാര്, പിന്നെ അവർക്ക് അറിയില്ല, അവരുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ അവർ റെഫർ ചെയ്യുന്നു. ദെൻ അവരിലൂടെ മറ്റുള്ളവരാവുന്നു. അങ്ങനെയാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റയർലി വരുന്ന ഒരു ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അതും ആ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ആ വ്യക്തികൾ, ആ ഡിസീസ് അനുഭവിക്കുന്ന ആ വ്യക്തികളും വളരെ അറിയുന്നത് കുറവായിരിക്കും. ആ റിസർച്ചർക്ക് അറിയുന്നവര് വളരെ കുറവായിരിക്കും. അപ്പോഴും നമുക്ക് ഈ ഒരു എന്നെ തന്നെ അവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ആദ്യം 1-2 പേരെ മാത്രമേ റിസർച്ചർക്ക് അറിയുള്ളൂ. അവരിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് താങ്കൾ. അപ്പോൾ ഒരു വീക്ക്നെസ്, എല്ലാ സാമ്പിളിംഗ് മെത്തേഡിന് അതിൻ്റെതായ ഒരു വീക്ക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്കൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ എന്ത് പറയും വീക്ക്നെസ് ആയിട്ട്? വീക്ക്നെസ് ആക്ച്വലി എനിക്ക് അത്ര വീക്ക്നെസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും പറയുവാണെന്നുണ്ടെങ്കിൽ ബയാസ് പറയാൻ പറ്റും. അതായത് ഇപ്പോ ആദ്യം റിസർച്ചർക്ക് അറിയുന്നവരെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു പക്ഷഭേദം വരുന്നുണ്ട്. പിന്നെ ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയതുകൊണ്ട് അവിടെ റാൻഡംനെസ്സിന് ഒരു പങ്കില്ല. റാൻഡംനെസ് ഉള്ളൊരു കാര്യം അവിടെ ഇല്ല. റാൻഡംനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അദ്ദേഹം, അതായത് റിസർച്ചർ അറിയുന്ന ആളെ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പക്ഷഭേദം വരുന്നുണ്ട്. ദെൻ അവർ അടുത്ത ആളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബയാസ് വരുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് എനിക്ക് ഒരു ബയാസ് ഉള്ളൊരു കാര്യമാണ് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എന്താണ്, നമ്മുടെ പോപ്പുലേഷൻ സാമ്പിളിനകത്ത് എന്തുണ്ടാവില്ല, സാമ്പിളിനകത്ത് ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ പല വ്യക്തികളെ അത് റാൻഡംലി എടുക്കുവാണെങ്കിലാണ് അവിടെ ഡൈവേഴ്സിറ്റി വരുന്നത്. റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൈവേഴ്സിറ്റി അവിടെ വരും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി വരും. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് അറിയുന്നവരായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഏരിയയിൽ തന്നെ ഉള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽ മാത്രമായിരിക്കാം, മെയിൽ ആണെങ്കിൽ മെയിൽ മാത്രമായിരിക്കാം. അങ്ങനെ എല്ലാത്തിലും അങ്ങനെ വരണമെന്നില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ഞാൻ തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ സ്നോബോൾ സാമ്പിളിംഗ് നമുക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റെഫറൽ വഴിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ റെഫറൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയ കാര്യമാണെന്ന് പറയാൻ പറ്റും? സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം ആണ്. കാരണം ഈ ഒരു റയർ കേസ് വരുന്ന സമയത്താണ് നമ്മൾ മെയിൻ ആയിട്ടും എന്നെ യൂസ് ചെയ്യുന്നത്. റയർ കേസ് വരുമ്പോഴാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2 എക്സാമ്പിൾ, ഗോത്രവർഗ്ഗക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡിസീസ് ആയിക്കോട്ടെ, ആ റയർ കേസിൽ മാത്രമേ എന്നെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഞാൻ എന്തുകൊണ്ടും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് റിസർച്ചർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്രയും സാമ്പിളിനെ എടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് അത്രയും കാര്യങ്ങളും അവിടെ ആവശ്യമാണ്.
അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സിന്റെ റിപ്പീറ്റേഷൻ ഒരു വെല്ലുവിളിയായിട്ട് വരത്തില്ലേ? ഇപ്പോൾ ഇപ്പോൾ ഞാനാണ് റിസർച്ച് എന്ന് വിചാരിക്കുക. ഇപ്പം എൻ്റെ ഡാറ്റയ്ക്കകത്ത് ചിലപ്പോൾ ഒരേ സാമ്പിൾ പോയിന്റ് ഒന്നിൽ കൂടുതൽ തവണ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് റിസർച്ചർ അവിടെ റിസർച്ചർ അവിടെ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഡാറ്റ തന്നെ 2 തവണ വന്നു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ റിസൾട്ട് എത്രത്തോളം അക്യുറേറ്റ് ആവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അത് റിസർച്ചർ ശ്രദ്ധിച്ചുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. റാപ്പിഡ് ഫയർ ആണ്. ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എത്രയും സ്പീഡിൽ ഉത്തരം പറയുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, probability sampling or non probability sampling? Of course non probability sampling. Speed or slow? Speed. Your weakness? Of course bias. Your strength? Strength എന്ന് പറയുമ്പോൾ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള പേഴ്സണിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ 2-3 സാമ്പിളിംഗ് പറയാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ആരാണ് കാണുന്നതെന്ന് പറയണം. ക്ലസ്റ്റർ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്? ഓഫ് കോഴ്സ് കോട്ട സാമ്പിളിംഗ്. കാരണം അതെന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ്. കാരണം കോട്ട സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയതുകൊണ്ട്. പക്ഷെ ക്ലസ്റ്റർ സാമ്പിളിംഗ് അത് വേറെ ഏരിയ ആണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ അടുപ്പം കോട്ട സാമ്പിളിംഗ് ആണ്. ഓക്കെ, സോ കോട്ട സാമ്പിളിംഗ് അല്ലാതെ വേറെ ഏത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ടാണ് കുറച്ച് കണക്ഷൻ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് തന്നെ പെർപ്പസീവ് സാമ്പിളിംഗ് എന്നും കൂടെ പറയാറുണ്ട്. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ്. കാരണം കോട്ട സാമ്പിളിംഗ്, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നതാണ്. അതിന്റെ ഇടയിൽ വരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗുമായിട്ട് അത്രയും ഒരു റൈവൽറി ടൈപ്പ് ആണ്, ഒരു ലൈഫാണ്. കാരണം അവര് വേറൊരു കാറ്റഗറിയാണ്. കാരണം അവിടെ ഫുൾ റാൻഡംനെസ് ആണ് വരുന്നത്. പക്ഷെ ഞങ്ങളുടെ കാറ്റഗറി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു റാൻഡംനെസ് അല്ല. കാരണം എല്ലാ സിറ്റുവേഷനിലും ഈ റാൻഡംനെസ് പറ്റില്ലല്ലോ. ഇപ്പൊ ചില സിറ്റുവേഷനിൽ റാൻഡംലി തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ആവണമെന്നില്ല. പെട്ടെന്ന് ഒരു സ്റ്റഡി നടത്തണം എന്ന് വെച്ചാൽ ഇപ്പൊ റിസർച്ചർക്ക് പോയി പോപ്പുലേഷൻ എടുത്ത് അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് ഒരു സ്റ്റഡി നടത്താന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്, പെട്ടെന്ന് പറ്റണം എന്നില്ല. പിന്നെ അവിടെ ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഭയങ്കര എല്ലാം കോസ്റ്റും എല്ലാം കുറച്ച് കൂടുതൽ വരുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റഡി നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, റിസർച്ചറുടെ കൺവീനിയൻസിനനുസരിച്ച് അല്ലെങ്കിൽ ആ സ്റ്റഡിന്റെ കൺവീനിയൻസിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് സ്റ്റഡി നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ബെസ്റ്റ് എന്ന് പറയാൻ അല്ലേ? സോ അവർ ഭയങ്കര സ്ലോ ആണ്, അവർ വർക്ക് ചെയ്യാൻ കുറച്ച് സ്ലോ ആയിരിക്കും എന്നാണ് സ്ലോ ആയിരിക്കും. എന്തുകൊണ്ട്? ടൈം കൂടുതലാണെന്ന് പറഞ്ഞു. ദെൻ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ചെലവഴിക്കുന്ന പൈസ, അതായത് റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്കൂൾ കുട്ടികളെ തന്നെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിസ്ട്രിക്റ്റ് ആണ്. ആ ഡിസ്ട്രിക്റ്റിലെ ഓരോ ഏരിയാസ് എടുത്ത് അതിൽ ഓരോ സ്കൂൾ എടുത്ത് ആ സ്കൂളിൽ തന്നെ റാൻഡംലി കുട്ടികളെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പണി അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പണി കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ പരിചയപ്പെട്ടത് സ്നോബോൾ സാമ്പിളിങ്ങിനെയാണ്. അപ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് അയാളുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, സുഹൃത്തുക്കളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ് സ്നോബോൾ സാമ്പിളിംഗ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതേപോലെ മറ്റൊരു കൺസെപ്റ്റുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഒപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്നാൽ ഈ വരുന്ന മാർച്ച് 31 നമ്മളൊരു മെന്റി ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെന്റി ലൈവിൽ പങ്കെടുക്കുന്നതിനായി താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഒപ്പം ഇതിന് പറയാനുണ്ട് മെന്റി ലൈവിനെ പറ്റി. എന്നെ കുറിച്ച് എന്തായാലും പഠിച്ചിട്ട് മാത്രം ആ ഒരു മെന്റിവാറിൽ കയറുക. എന്നെയും എന്റെ ഫ്രണ്ട്സിനെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ്, പിന്നെ ആക്ച്വലി അത്ര ഫ്രണ്ട്സ് അല്ലാത്ത നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അവരെ കുറിച്ചും കൂടുതലായിട്ട് പഠിച്ചോ, കുഴപ്പമില്ല. അതെ, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും മെയിൻ വിഷയം. നമ്മുടെ റിസർച്ച് ഓഫീസർ എക്സാമിന് 40 മാർക്കിനാണ് സ്റ്റാറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 40 മേടിക്കാനുള്ള എല്ലാ വഴികളും നമ്മളവിടെ പറയുന്നതായിരിക്കും. അപ്പൊ കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്സ് സെക്ഷൻ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെന്റിവാറാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മെന്റിവാറിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെന്റിവാറിൽ കാണാം. അപ്പോൾ അടുത്തൊരു കൺസെപ്റ്റുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. Until then, I am signing out. Thank you. Thank you.